നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെട്ടയത്താണുള്ളത്. രാവിലെ എന്ന് പറഞ്ഞാൽ 10 മണിയായ കേട്ടോ ഞാൻ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങി. സത്യമായിട്ടും കുറേ ദിവസമായിട്ട് നമ്മുടെ വസ്ത്രയുടെ പിറകെയല്ലേ, അതിൻ്റെ ഒരു ക്ഷീണം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ഉറക്കമൊന്നും കറക്റ്റ് കിട്ടാത്തൊരു ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇന്ന് ദേ ഇവിടെ വന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി. രാവിലെ 8-9 മണിയായി ഞാൻ എഴുന്നേറ്റപ്പോൾ. 10 മണിയൊക്കെ ആയി കുളിച്ചൊരുങ്ങി താഴെ ഇറങ്ങി വന്നപ്പോഴേക്കും ചീമയും ആ സമയമൊക്കെ തന്നെ ആട്ടോ ഇറങ്ങി വരുന്നത്. എന്നിട്ട് അങ്ങനെ ഇരുന്നപ്പോൾ അമ്മ പറയുന്നത് ഉച്ചയ്ക്ക് മന്തി വാങ്ങാം, പിന്നെ ഒരു ചിക്കൻ കൂടി വാങ്ങാം, അപ്പോൾ കറി വയ്ക്കാം, ഉച്ചയ്ക്ക് കൊടുക്കാം, വൈകിട്ട് കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബിരിയാണി വയ്ക്കണം. നമ്മുടെ ആബിദ റഷീദ് അവർ ഉണ്ടാക്കുന്ന ബിരിയാണി ഞാൻ കുറേ ദിവസമായിട്ട് നോക്കി വെച്ചിരിക്കുകയാണ്. അതൊന്ന് ട്രൈ ചെയ്യാം, നമുക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ശരി എനിക്ക് വാ പോവാം, ചിക്കൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നെട്ടയത്തേക്ക് വന്നു. അപ്പോൾ അച്ഛന് ഒരു കൊറിയർ അയക്കാനുള്ളത് വേറൊന്നുമല്ല, അമ്മ ഇതുപോലെ ഓരോന്ന് ഓർഡർ ചെയ്യും, അതിനെല്ലാം റിട്ടേൺ അയക്കണം. അപ്പോൾ എന്തോ ഒരു ബ്ലൗസ് ഓർഡർ ചെയ്തതാണ്, അവർ റിട്ടേൺ അയച്ചാൽ പകരം വേറെ ബ്ലൗസ് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ പോസ്റ്റ് ഓഫീസ് വഴി ബ്ലൗസ് അയക്കാൻ പോയതാട്ടോ. അങ്ങനെ അച്ഛൻ അതെല്ലാം കൊടുത്തിട്ട് നമ്മൾ ചിക്കൻ കടയിൽ കയറിയിട്ട് ചിക്കനെല്ലാം ഓർഡർ ചെയ്തു. അപ്പോൾ അവിടെ മീനും ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ കേരളത്തിലും മലയാളികളെക്കാട്ടി കൂടുതലും ബംഗാളികളല്ലേ, അപ്പോൾ അവർക്കിഷ്ടം ഇങ്ങനത്തെ മീനൊക്കെയാണ്. അങ്ങനെ മീൻ കാണിച്ചു തരാണ്. ഇത് ആന്ധ്രാപ്രദേശിൽ നിന്ന് വരുന്ന മീനാണ് കേട്ടോ. അങ്ങനെ വേണമെന്നൊക്കെ ചോദിച്ചില്ല, വേണ്ട ജസ്റ്റ് കാണാനെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാങ്ങിച്ചു. എന്നിട്ട് വേണ്ട പച്ചക്കറികളും സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണ്. ഓൾറെഡി വീട്ടിലെല്ലാം ഉണ്ട്, എങ്കിലും ബിരിയാണിക്കെന്ന് പറഞ്ഞ് പ്രത്യേകം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കണക്കുണ്ടല്ലോ. അപ്പോൾ സവോള വില കുറവായതുകൊണ്ട് 3 കിലോ 100 രൂപ. അച്ഛൻ പറഞ്ഞെങ്കിൽ 3 കിലോ അങ്ങ് എടുത്തേക്കാൻ പറഞ്ഞ് അങ്ങനെ സവോളൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ വേണ്ട സാധനങ്ങളെല്ലാം ബിരിയാണിക്കുള്ളത് പ്രത്യേകം വാങ്ങിക്കുകയാണ്. ഞാൻ സ്ഥിരം വെക്കുന്ന ബിരിയാണിയുടെ ആ ഒരു ടേസ്റ്റ് റെസിപ്പി തന്നെയാണ് അതിന്. പക്ഷേ അതിൽ മഞ്ഞൾപ്പൊടി ഇടുന്നില്ല, പുതിനയില ഇടുന്നില്ല, ഈ 2 സാധനങ്ങളും ഇടുന്നില്ല. പിന്നെ തക്കാളിയും വളരെ കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ. എൻ്റെ ബിരിയാണിക്ക് പുതിനയില ഞാൻ ധാരാളം ഇടാറുണ്ട്, തക്കാളി കുറച്ച് കൂടുതലാണ്, മഞ്ഞൾപ്പൊടിയും ഇടാറുണ്ട് കേട്ടോ. ഇതിൽ അത് 3 ഇടുന്നില്ല. അപ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല, പക്ഷേ പക്ക ഒരു കണ്ണൂർ ബിരിയാണി, ആ ഒരു മലബാർ ബിരിയാണിയുടെ ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞാണ് അവരവിടെ ഉള്ളവരല്ലേ, അപ്പം മുസ്ലിംസ് അല്ലേ, അപ്പോൾ അവർ വെക്കുന്നത് ഓഫ് കോഴ്സ് നല്ലതായിരിക്കും. അതുകൊണ്ടാണ് എനിക്കത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര സിമ്പിളായിട്ട്, കാണാനും ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണി. അപ്പോൾ പിന്നെ ഒന്ന് വെച്ച് നോക്കാമെന്ന് കരുതി. പിന്നെ പച്ചക്കറിയും സാധനങ്ങളും വാങ്ങിയിട്ട് അടുത്ത് വേറൊരു കടയിൽ കയറി അരിയും സാധനങ്ങളൊക്കെ വാങ്ങുക കേട്ടോ. ഇത് നെട്ടയത്തുള്ളൊരു ഹോൾസെയിൽ ഷോപ്പാട്ടോ. ഇവിടെ നിന്നാണ് മിക്കവാറും അച്ഛൻ സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. പിന്നെ മാർജിൻ ഫ്രീ ഒക്കെ ഉണ്ട്. ഇന്നിപ്പോൾ ഇവിടെ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങുകയാണ്. വീട്ടിൽ എപ്പോഴും ഈ റൈസൊന്നും വാങ്ങിച്ച് ബിരിയാണി വെച്ചാൽ അരി ബാക്കി ഉണ്ടാവില്ല. കാരണം 1 കിലോ അരി വാങ്ങിയാൽ 1 കിലോ അരിക്കും ബിരിയാണി വയ്ക്കും ഇവിടെ വീട്ടിൽ. അത് ചിലവാകുകയും ചെയ്യും കേട്ടോ. ബിരിയാണിക്കൊക്കെ ഞാൻ ആളാണല്ലോ, ഞാൻ കഴിക്കും. പിന്നെ എല്ലാവരും ഒക്കെ കഴിക്കും, സച്ചിനും ചീമയും എല്ലാവരും ഒക്കെ ഉണ്ടാവുള്ളൂ. ചീമ പിന്നെ വളരെ കുറച്ചേ കഴിക്കത്തുള്ളൂ. അമ്മയും അച്ഛനും ചീമയൊക്കെ വളരെ കുറച്ചാണ്. അമ്മയൊക്കെ ഒരു നേരെ കഴിക്കത്തുള്ളൂ, ചീമയും കുറച്ച് ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ശകലേ കഴിക്കത്തുള്ളൂ. സച്ചിനും കഴിക്കും, ഞാനും കഴിക്കും കേട്ടോ. ഞാൻ നന്നായിട്ട് കഴിക്കും, വേദയും നന്നായിട്ട് കഴിക്കും. അങ്ങനെ ഇത് ബിരിയാണിക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ പ്രത്യേകം കുറച്ച് കാഷ്യൂസും കുറച്ച് മുന്തിരിയും കാഷ്യൂസൊന്നും ഇടത്തില്ല ഇപ്പം മലബാർ ബിരിയാണികളിൽ. എങ്കിലും അമ്മയ്ക്കും അച്ഛനും നിർബന്ധമാണ് ബിരിയാണി വേണമെന്നുള്ളത്. അച്ഛനിപ്പോൾ കഴിക്കത്തില്ല കേട്ടോ ബിരിയാണിയൊന്നും, കാരണം അച്ഛനിപ്പോൾ വെജിറ്റേറിയനാണ്. ചിക്കൻ മാത്രം കഴിക്കില്ല, ചിക്കൻ മീറ്റ് ആ വക സാധനങ്ങൾ കഴിക്കാത്ത വെജിറ്റേറിയനാണ്. ഇതെല്ലാം വാങ്ങിച്ചു. ഇത് ഈ വലിയ നെയ്യ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, കഴിഞ്ഞ നമ്മൾ കുന്നിൽ പോയി ഷോപ്പിംഗ് ചെയ്തപ്പോൾ ഒരു ഡപ്പി വാങ്ങിച്ചു നെട്ടയും വീട്ടിലത്തേക്ക് വേണ്ടിയിട്ട്. ഓർമ്മയുണ്ടോയെന്ന് വിശ്വസിക്കുന്നു. ആ നെയ്യ് അമ്മ തീർത്തു. ഒന്ന് ആലോചിച്ച് നോക്കണം, എത്ര പെട്ടെന്നാണ് അത്രയും വലിയൊരു കുപ്പി നെയ്യ് തീർത്തതെന്ന്. അങ്ങനെ കിടന്ന് കുറേ ബഹളം വെച്ച് ഞാനും ചോദിച്ചു ഇങ്ങനെ ഒരു നെയ്യ് ഉപയോഗമുണ്ടോ. അപ്പം അത് പഴം വറുക്കണു, അത് വറുക്കണു, ഇത് വറുക്കണു, ബ്രെഡ് ടോസ്റ്റ് ചെയ്യണു, ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചീമ ഇപ്പോൾ മിക്കവാറും നെയ്യൊക്കെ ഒഴിച്ചാണല്ലോ ഉണ്ടാക്കി കഴിക്കുന്നത്. അമ്മയ്ക്ക് ഇതെന്നല്ല, ഏത് സാധനം വാങ്ങിച്ചു കൊടുത്താലും 2 ദിവസത്തേക്ക് തന്നെ കേട്ടോ. അങ്ങനെ പിന്നെ അമ്മയ്ക്കൊരു വലിയ ഡപ്പയും വാങ്ങിച്ചു. എനിക്ക് ബിരിയാണിക്കൊരളവിന് വേണ്ടിയിട്ട് ഞാൻ 2 കുഞ്ഞു ഡപ്പി നെയ്യും വാങ്ങി കേട്ടോ. അവർ കൂടുതലും എണ്ണ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് കൊണ്ട് മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ കൂടുതലും നെയ്യിലാണ് എൻ്റെ മലബാർ ബിരിയാണി ഞാൻ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് എണ്ണയും നെയ്യും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ പിന്നെ ഒന്നറിയണമല്ലോ എങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ടാണ് നെയ്യ് വളരെ കുറച്ച് ഞാൻ എനിക്കൊരു കണക്കിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പിന്നെ എണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ് വയ്ക്കുന്നത് കേട്ടോ. അങ്ങനെ ബിരിയാണിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി നേരെ വീട്ടിൽ വന്നപ്പോഴേക്കും ഇഞ്ചി വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ. അപ്പോൾ ഇഞ്ചി അച്ഛന് കൃഷിയുണ്ടല്ലോ, തോട്ടത്ത് ഇഞ്ചി ഉണ്ട് അത്യാവശ്യം, കുറച്ച് വീട്ടിലാവശ്യത്തിനൊക്കെ എടുക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ പറഞ്ഞത് ഞാൻ തോട്ടത്തിൽ നിന്ന് എടുത്തുതരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ അച്ഛനും വേദയും കൂടി തോട്ടത്ത് കയറി ഇഞ്ചി എടുക്കുകയാണ്. ഞങ്ങളൊക്കെ ഇങ്ങോട്ട് കയറുന്നത് വളരെ കുറവാണ് കേട്ടോ, കാരണം സ്റ്റെപ്പ് കയറിയാൽ ദേഹം അനങ്ങുമല്ലോ, ദേഹം അനങ്ങിക്കൂടല്ലോ.
അങ്ങനെ രണ്ടുപേരും കൂടി വന്ന് ഇഞ്ചിയൊക്കെ എടുക്കുകയാണ് കേട്ടോ. വേദ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു വാക്ക് കേൾക്കാനായിട്ട് വേദ ഇരിക്കും. എങ്കിലല്ലേ ആ പേരും പറഞ്ഞ് ഇറങ്ങി ചാടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇഞ്ചി എടുക്കാൻ പോണു വേദ വരുന്നു എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ ഓ അച്ചി, വേദയും അച്ചി എന്നാണ് അച്ഛനെ വിളിക്കുന്നത് കേട്ടോ. ഞങ്ങളും അച്ചി എന്നാണ് അച്ഛനെ വിളിക്കുന്നത്. ഓ അച്ചി എന്ന് പറഞ്ഞ് വേദ ചാടിപ്പിടച്ചിറങ്ങി കേട്ടോ. ഇത് അച്ഛൻ്റെ ഇഞ്ചി കൃഷിത്തോട്ടത്തിലെ ഇഞ്ചിയാണ് നിങ്ങൾ കാണുന്നത്. കുരുമുളകുണ്ട്, മുളകൊക്കെ ഉണ്ട്. അത് മുളകൊന്നുമില്ലെന്ന് തോന്നുന്നു, പച്ചമുളക്, കുരുമുളക്, ഇഞ്ചി എല്ലാമൊക്കെ അത്യാവശ്യം വീട്ടിലാവശ്യത്തിന് വേണ്ട. കുരുമുളകൊന്നും അങ്ങനെയില്ല, ഇഞ്ചിയൊക്കെ വേണമെങ്കിൽ പെട്ടെന്നൊരു അത്യാവശ്യത്തിന് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ചൊക്കെ ഉണ്ട്. അങ്ങനെ ഇഞ്ചി എല്ലാം എടുത്തുകൊണ്ട് വന്നു. അപ്പോഴേക്കും ഞാൻ ബിരിയാണി വെക്കുന്നത് കാണിക്കുന്നില്ല, കാരണം ഇത് സക്സസ് ആവുമോ ഇല്ലെന്നോ ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല. പിന്നെ ഒരുപാട് പ്രാവശ്യം ഞാൻ ബിരിയാണി വെക്കുന്നത് കുഞ്ഞായിട്ടും വലുതായിട്ടും കാണിച്ചിട്ടുണ്ട്. പക്ഷെ നല്ലൊരു ബിരിയാണി വെക്കുന്ന വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും കേട്ടോ. അത്യാവശ്യം എൻ്റെ ബിരിയാണി വെക്കുന്ന വീഡിയോ കുറച്ച് വ്യൂസൊക്കെ ഉള്ളതാണ് കേട്ടോ. എൻ്റെ ബിരിയാണിയുടെ റെസിപ്പി ഞാൻ ഫോളോ ചെയ്യുന്നത് നമ്മുടെ ഫിർകൂസ് ഇല്ലേ, അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള ബിരിയാണിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. എനിക്ക് അത് പക്ക ബിരിയാണിയാണ്, പക്ക മലബാർ സ്റ്റൈൽ ബിരിയാണിയാണ്. എല്ലാവർക്കും ഇവിടെ ഇഷ്ടമാണ്. ഞാൻ എപ്പോൾ ഉണ്ടാക്കിയാലും അത് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ തന്നെയാണ് ഇവിടെ ബിരിയാണി വയ്ക്കുന്ന ആൾ, ഞാൻ തന്നെയാണ്. മീൻകറിയൊന്നും അധികം എനിക്ക് നല്ല രീതിയിൽ വയ്ക്കാൻ അറിയില്ല, പക്ഷേ ബിരിയാണി ഞാൻ നല്ല രീതിയിൽ വയ്ക്കും. ചീമയുടെ ഒരു ഫംഗ്ഷന് ഞാൻ 40 പേർക്ക് ബിരിയാണിയൊക്കെ ഒരുമിച്ച് വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു റെസിപ്പിയിൽ തന്നെയാണ് ഞാൻ എപ്പോഴും വയ്ക്കുന്നത്. ഇതിപ്പോൾ ചെറിയൊരു മാറ്റം, സെയിം തന്നെയാണ്, പക്ഷേ അവർ സെർവ് ചെയ്യണ കണ്ടപ്പോൾ ഒരു പ്രത്യേക ഭംഗി തോന്നിയതുകൊണ്ടാണ് എന്നാൽ പിന്നെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ വേറെ ഒന്നുമില്ല. ഞാനും പൊടികളായിട്ട് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇടത്തുള്ളൂ. ഇതിൽ അവർ ഗരം മസാല മാത്രമേ ഇടുന്നുള്ളൂ, മഞ്ഞൾപ്പൊടി ഇടുന്നില്ല. പിന്നെ ഇലകളായിട്ട് പുതിന ഇല കൂടി ഇടും. പുതിന ഇല ഇടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാട്ടോ. അവർ പുതിന ഇല ഇട്ടില്ല, മലബാർ സ്റ്റൈലിൽ ഇടുന്നതിൽ മല്ലിയിലയാണ് കൂടുതൽ ഇട്ടത്. മല്ലിയിലയും വേണമെങ്കിൽ ഇട്ടാൽ മതി എന്നാണ് പറഞ്ഞതെങ്കിലും മല്ലിയില കുറച്ചിടാമെന്ന് കരുതി അങ്ങനെ മല്ലിയില മാത്രമാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. നോക്കി അമ്മ പൂക്കളെ ഇങ്ങനെ ചെടി കട്ട് ചെയ്ത് നട്ട് നിർത്തി അതെല്ലാം നിറയെ ഇലകളും പൂക്കളുമായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച വരെയും ഇത് വെറും കമ്പായിട്ടാണ് നിന്നത്, പക്ഷേ ഇപ്പം നല്ല പൂക്കളായിട്ട് നിൽക്കുന്നു. അത് കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ വേദയോട് പറഞ്ഞു, വേദ ഒന്ന് പോയി വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ വേദ പോയി എടുത്ത് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കാം കേട്ടോ. അത് പാവയ്ക്ക് ഉണക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു 1.5 മണിക്കൂറത്തെ പരിശ്രമം കഴിഞ്ഞ് ബിരിയാണി റെഡി, ദമ്മെല്ലാം ഇട്ടു. എന്നിട്ട് നിങ്ങൾ മുസ്ലിംസ് ഇങ്ങനെ സെപ്പറേറ്റ് ചോറും ബിരിയാണി പീസസും ചിക്കൻ പീസസുമായിട്ട് കഴിക്കുന്ന ആ ഒരു ഇത് നമുക്കറിയത്തില്ല. നമുക്കിങ്ങനെ മിക്സ് ചെയ്താൽ മാത്രമേ കഴിക്കാൻ അറിയത്തുള്ളൂ. അങ്ങനെ ആ ചിക്കനും ബിരിയാണിയൊക്കെ മിക്സ് ചെയ്യാണ്. പലരും ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്ന നിൽക്കുമ്പോൾ അതെന്തിനാണ് മിക്സ് ചെയ്യുന്നതല്ലാതെ കഴിച്ചാൽ പോരെ എന്ന് ചോദിക്കും. പക്ഷേ മിക്സ് ചെയ്യാണ്ട് അങ്ങനെ ഒരു കഴിപ്പ് പെർഫെക്ഷൻ കിട്ടത്തില്ല. അതുകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ എല്ലായിടത്തും ഒക്കെ ആവുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ എടുക്കുന്നത്. അമ്മയ്ക്ക് കാല് ഒട്ടും വയ്യ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരങ്ങിന്ന് റെസ്റ്റ് എടുക്കാനാണ് ഞാൻ മന്തി വാങ്ങാമെന്ന് പറഞ്ഞത്. എന്നിട്ട് ബിരിയാണി വെച്ചു. ബിരിയാണി വെക്കണമെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് വെക്കുകയാണെങ്കിലും അമ്മയാണ് സവോള അരിയുന്നതും തക്കാളി അരിയുന്നതും ചിക്കൻ കഴുകുന്നതും ബാക്കി പണികളെല്ലാം അമ്മയ്ക്കും. ഞാൻ ഇളക്കലും പറക്കലും മാത്രമേ ഞാനുള്ളൂ കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് കാല് വയ്യാന്ന് പറഞ്ഞ് കരച്ചിട്ട്, അപ്പോൾ പിന്നെ വീട്ടിൻ്റെ സൈഡിൽ നിന്ന് വാഴയില ഒരു വാഴയില കിട്ടി. അതിന് 5ആയിട്ട് കീറി വെച്ചിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ വാഴയിലക്കൊക്കെ വലിയ ക്ഷാമമാണ്, ദാരിദ്ര്യമാണ്. പാത്രം കഴുകുന്ന പാട് കരുതി, പാത്രം നമ്മൾ കഴിച്ചാലും അമ്മ തന്നെ കഴുകണമല്ലോ, അതുകൊണ്ട് പാത്രം കഴുകുന്ന പാട് കരുതിയിട്ട് ഇലയിലെടുത്തു കേട്ടോ. ഇനി ബിരിയാണിയെ പറ്റി പറയാം. ഞങ്ങൾക്കാർക്കും തന്നെ ആ ബിരിയാണി വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടില്ല. ആ റൈസ് നല്ല ഫ്ലേവേർഡ് റൈസായിരുന്നു കേട്ടോ. നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു റൈസിന്. പക്ഷേ ചിക്കൻ എന്തോ മസാല നല്ലപോലെ മസാലയൊക്കെ ഇട്ടു, പക്ഷേ ചിക്കനിൽ എന്തോ മസാലയൊന്നും പുരണ്ട് വരാത്ത പോലെ പച്ച ചിക്കൻ കഴിക്കും പോലെ ഇരുന്നു. മാത്രമല്ല ചിക്കൻ ഒരുപാട് സമയത്ത് വേവിച്ചതാണ്. ചിക്കൻ വേവാത്ത പോലെ കിടന്നു കേട്ടോ. ഇനി അതുകൊണ്ടാണോ എന്നറിയില്ല. കഴിഞ്ഞ ദിവസം അമ്മ മുഴുവൻ കോഴി വെച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതും അമ്മ കുക്കറിലിട്ട് 3 വിസിൽ കേൾപ്പിച്ചതാട്ടോ. പക്ഷെ അത് കഴിച്ചപ്പോഴും അതിൻ്റെ മീറ്റും വേവാത്ത പോലെ ഭയങ്കര ഹാർഡായിട്ടിരുന്നു. ഇതിൻ്റെ മീറ്റും ഭയങ്കര ഹാർഡായിട്ടിരിക്കുന്നു. ഇനി അതുകൊണ്ടാണോ എന്നറിയത്തില്ല. ചിക്കൻ ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. ബിരിയാണി റൈസ് നല്ല ഫ്ലേവേർഡ് റൈസ്, നല്ല ആ ഒരു ഗീയൊക്കെ വളരെ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ, എങ്കിൽ ആ ഗീയുടെയും എല്ലാത്തിൻ്റെ ഒരു ഫ്ലേവറും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. റൈസ് സൂപ്പറായിരുന്നു. പക്ഷേ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ മറ്റ് റെസിപ്പി തന്നെയായിരുന്നു ഏറ്റവും നല്ലത്. നമ്മുടെ ഫിറോസ്കയുടെ ആ ഒരു ദം ബിരിയാണിയാണ് എനിക്കിഷ്ടപ്പെട്ടത്, ഞങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. അതിൽ ഞാൻ പറഞ്ഞില്ലേ വേറെ ഒന്നുമില്ല. ഇതിൽ ഇനി അഡീഷണൽ ആയിട്ട് മഞ്ഞൾപ്പൊടിയും കുറച്ച് പുതിനയിലും മാത്രമേ ഇടേണ്ടതായിട്ടുള്ളൂ. കുറച്ചുകൂടെ ടൊമാറ്റോ ആഡ് ചെയ്യും, അത്ര മാത്രമേ ഉള്ളൂ എക്സ്ട്രാ ആ ഒരു ബിരിയാണിയിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ എന്താണെന്നറിയില്ല.
ബിരിയാണി ഫ്ലോപ്പായിട്ടുണ്ട്. ഇനി മേലിൽ ഈ ഒരു റെസിപ്പി ഞാൻ ട്രൈ ചെയ്യില്ല. എൻ്റെ ആ ഒരു റെസിപ്പി തന്നെ ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എൻ്റെ കണ്ണിൻ്റെ മുകളിൽ എന്തോ ഇരിക്കുന്നുണ്ട്. ഞാനിത് അറിഞ്ഞില്ല. അമ്മ പറഞ്ഞു കണ്ണിൻ്റെ മുകളിൽ എന്തോ ഇരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. സാധാരണ കണ്ണിൻ്റെ ഏതെങ്കിലും സൈഡിൽ നമ്മുടെ എന്തെങ്കിലും ഇരുന്നാൽ നമ്മൾ അറിയും, എടുത്ത് കളയാറുണ്ട്. ഇത് പക്ഷേ അറിഞ്ഞില്ല കേട്ടോ. തിന്നുന്ന ആക്രാന്തത്തിലായിരിക്കും, ചിലപ്പോൾ അറിഞ്ഞില്ല. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടിരുന്നപ്പോഴേക്കും ഇന്നലെ അച്ഛൻ ഐസ്ക്രീം വാങ്ങിച്ചിട്ട് വന്നു. ആ ഐസ്ക്രീം പിന്നെ കുറച്ച് കഴിച്ചില്ലെങ്കിൽ ഐസ്ക്രീമിന് വിഷമാവത്തില്ലേ, അങ്ങനെ ഐസ്ക്രീം എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേദയുടെ സ്കൂളിൽ ബോർഡ് എക്സാം സ്റ്റാർട്ട് ചെയ്തല്ലോ. അത് ഇവിടുത്തെ ARR സ്കൂളിലാണ് കുട്ടികൾ എക്സാം എഴുതാനായിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് എക്സാം ഉള്ള ദിവസമാണ്. അമ്മ താഴെ കുക്കർ അടിച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. എപ്പോഴും ഇങ്ങനെയാണല്ലോ, ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അമ്മയ്ക്ക് കുക്കർ അടിക്കണം, മിക്സി ഇടണം, ഇതൊക്കെ നിർബന്ധമായിട്ടുള്ള കാര്യമാണല്ലോ. ശരി, അപ്പോൾ ഇവിടുത്തെ ARR സ്കൂളിലാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ വേദയുടെ ഫ്രണ്ട്സ് ചേച്ചിമാർ പോകുമ്പോൾ ഇവിടെ വേദ ഉള്ള ദിവസങ്ങളിൽ കൈ കാണിക്കലും ബഹളമാണ്. അപ്പോൾ വേദ 12 മണി മുതൽ ഇറങ്ങി നിൽക്കുകയാണ് ചേച്ചിമാർക്ക് കൈ കാണിക്കാൻ വേണ്ടിയിട്ട്. വേദയുടെ സ്കൂളിലെ ചേച്ചിമാരുണ്ടെങ്കിൽ കൈ കാണിക്കാനായിട്ട്. അതിനിടയ്ക്ക് വീഡിയോ എടുക്കാൻ പറഞ്ഞതിൻ്റെ ചെറിയ ദേഷ്യം വേദയ്ക്കുണ്ട് കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴേക്കും അമ്മ എന്നെ വിളിച്ചു, ഇതേ ഒരു കണ്ടൻറ് ഉണ്ട്, നിനക്ക് തരാൻ വാ എന്ന് പറഞ്ഞു. ഒരു കുക്കറിനകത്ത് ഒരു പാത്രം, അടപ്പ് പാത്രം അതിനകത്തായി. അതിനെ എടുക്കുക. അങ്ങനെ എടുത്തെടുത്തെടുത്ത് ഒരു നൈഫിനെ ഞാൻ ഒടിച്ചു. അതാണ് അമ്മ കാണിച്ചുകൊണ്ടിരുന്നത്. അമ്മയ്ക്കുണ്ടായിരുന്ന, അമ്മ എപ്പോഴും അരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഏക നൈഫായിരുന്നു അത്. ആ നൈഫിനെ ഞാൻ ഒടിച്ചു. ഈ പാത്രം കുറച്ച് ദിവസമായിട്ട് ഇതിനകത്തായി. എല്ലാവരും ശ്രമിച്ചു, ഫൈനലി ഫ്ലോപ്പായി. അമ്മ, അച്ഛൻ, ചീമ പല രീതികളും നോക്കി ചെയ്തു, ശരിയായില്ല. പക്ഷെ ഞാനതിനത് ഗംഭീരമായിട്ട് ഇളക്കി. ഒരു നൈഫ് പോയെങ്കിൽ എന്താ, ആ പാത്രം ഇളക്കിയില്ലേ, അമ്മ കരച്ചില്ലേ. എനിക്ക് ഈ നൈഫ് പുതിയത് വാങ്ങിച്ച് തന്നില്ലെങ്കിൽ, ആകെ കൂടി മൂർച്ചയുള്ള ഒരേ ഒരു കത്തിയായിരുന്നു. അതുകൊണ്ട് എനിക്കിത് വാങ്ങിച്ച് തരണം, എനിക്ക് യഥമുള്ള ഒരു കത്തിയാണ്, എനിക്ക് വാങ്ങിച്ച് തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ബഹളം. ഞാൻ പറയും, പാത്രം സെപ്പറേറ്റ് ആക്കി തന്നില്ലേന്ന് ചോദിച്ചു. അത് ഞാൻ ഇതുപോലെ ഇങ്ങനെ അടിച്ചടിച്ച് നൈഫിനെ ഉള്ളിൽ കയറ്റിയിട്ടാണ് അത് ഓപ്പൺ ചെയ്തിട്ട്. എന്തായാലും ഞാൻ ഇളക്കി കൊടുത്തില്ലേ, എല്ലാവരും ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യം ഞാൻ ഇളക്കി കൊടുത്തല്ലോ. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. കത്തി പൊട്ടിപ്പോയി, അതിനെ വാങ്ങിച്ചു കൊടുക്കാനാണ് ബഹളം. അത് ആക്ച്വലി ഒടുങ്ങിയിരുന്ന കത്തിയാണ് കേട്ടോ. എന്നിട്ട് പിന്നീടാണ് പറയുന്നത്, ആക്ച്വലി പകുതി ഒടുങ്ങിയിരുന്നതായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, എങ്കിലും ബാക്കി നീയല്ലേ ഒടിച്ചു, അതുകൊണ്ട് നീ എന്നെ വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വേദയ്ക്ക് ട്യൂഷന് പോകാൻ സമയമായി. 3:30 മണിയൊക്കെ, 4 മണിക്ക് ട്യൂഷനുണ്ട്. നല്ല മഴക്കാറുണ്ട്. പോകുന്ന വഴിക്ക് മഴ പെയ്യുമോ എന്നൊരു സംശയം. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കണ്ണൂരിൽ നിന്ന് വിളിച്ചിട്ട് ചീമയെ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവർക്ക് കൊടുക്കാൻ സ്നാക്സ് ആയിട്ട് ഇതേ നമ്മുടെ മുളക് ബജി കടയിൽ നിന്ന് മുളക് ബജിയും പഴംപൊരിയൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് വീണ്ടും വീട്ടിലേക്ക് പോരും വഴി അമ്മയ്ക്ക് ഒടുങ്ങിപ്പോയ അതേ കത്തിയും പിന്നെ അഡീഷണൽ ഒരു കത്തിയൂടെ ഞാൻ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. 1ന് 2 കത്തി ഞാൻ വാങ്ങിച്ചു കൊടുത്തു അമ്മയ്ക്ക്. ഓർക്കണം, എൻ്റെ മനസ്സിൻ്റെ വലിപ്പം നിങ്ങൾ ഓർക്കണം കേട്ടോ. ഇനി കത്തിയില്ല എന്നും പറഞ്ഞ് കരയണ്ടെന്നും പറഞ്ഞ് അത് വാങ്ങിച്ചു കൊടുത്തു. അത് കണ്ടപ്പോൾ അച്ഛനൊരു കത്തി കൂടിയേ തീരത്തുള്ളൂ, എനിക്കും വേണം ഒരു കത്തി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത് ഇപ്പോൾ ഞാൻ ഒടിച്ചു കൊടുത്ത കത്തിക്ക് പകരമാണ്, പിന്നീട് അച്ചിക്ക് വാങ്ങിക്കാമെന്നും പറഞ്ഞ് അതിനെ അങ്ങ് കൊടുത്തു കേട്ടോ. കാരണം നമ്മൾ കിച്ചൺ കൈകാര്യം ചെയ്യുന്നവരായതുകൊണ്ട് അറിയാം, നല്ലൊരു കത്തി ഇല്ല എങ്കിൽ നമ്മുടെ പണികളൊന്നും നടക്കത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ശരി ഞാൻ ഒടിച്ചതല്ലേന്ന് കരുതി വാങ്ങിച്ചു കൊടുത്തത്. അങ്ങനെ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇതാണ് റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്ന കത്തി എന്ന് പറയുന്നത്. ഈ ഒരു സാധനം കേട്ടോ. നിങ്ങൾക്ക് പലർക്കും അറിഞ്ഞുകൂടായിരിക്കും. ഇവിടെ സച്ചിനും ഇത് കണ്ടിട്ടില്ല, ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ പിന്നെ ഇതിൻ്റെ ഇടയിൽ കിടന്ന് വളർന്നതായതുകൊണ്ട് ഇതൊക്കെ ഭയങ്കരമായിട്ട് അറിയാം. അച്ഛനാണെങ്കിൽ ഒരു ടാപ്പിംഗ് കലാകാരനാണ് കേട്ടോ. ടാപ്പിംഗ് ചെയ്യുമ്പോൾ റബ്ബർ വെട്ടുമ്പോൾ നമുക്ക് നിറയെ അവിടെ റബ്ബർ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മുടെ വീഡിയോ. എൻ്റെ ഞങ്ങൾ ജനിച്ച് വളർന്ന വീട് അവിടെയൊക്കെ നിറയെ റബ്ബറായിരുന്നു. അപ്പോൾ അതെല്ലാം വെട്ടുന്ന അച്ഛനാണേ. അച്ഛൻ റബ്ബർ വെട്ടുന്നത് പോലും പടം വരയ്ക്കും പോലെ നല്ല ഭംഗിയായിട്ട് നല്ല സ്റ്റൈലായിട്ട് അച്ഛൻ റബ്ബർ വെട്ടും. അപ്പോൾ അത് വെട്ടുന്ന ഞാൻ പറഞ്ഞൊന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ അങ്ങനെ ഇരുന്നുകൊണ്ട് കാണിക്കുന്നതാണ്. നമ്മുടെ റബ്ബർ സ്ഥലമില്ലേ, അവിടുത്തെ ടാപ്പിംഗ് എല്ലാം വെട്ടിക്കൊണ്ടുവന്ന ആളിൽ നിന്ന് കത്തിയെല്ലാം വാങ്ങിച്ചു. നമ്മളതിന് വേറെന്തോ അച്ഛൻ എന്താണ് കൊടുത്തേക്കാം കേട്ടോ. എന്താണ് പറയുമല്ലോ, എനിക്കതിൻ്റെ പേര് പറയാറിയില്ല. അങ്ങനെ അതുകൊണ്ട് ഞാനൊന്ന് കത്തി കാണിച്ചിരുന്നതാണ്. അങ്ങനെ ഇരുന്നപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. ആ വൈറ്റ് ടീഷർട്ട് ഇട്ട ആളാണ് എൻ്റെ ഫ്രണ്ട് അമൃതയുടെ ഫ്രണ്ടാണ്. ഇപ്പുറത്തിരിക്കുന്ന ആൾ ഒരു പേര് പറഞ്ഞു, സത്യമായിട്ട് ഞാൻ മറന്നു കേട്ടൊരു വലിയൊരു പേരാണ്. വലിയ പേരല്ല, ചെറിയ പേരാണ്, പക്ഷെ അത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു റെയർ നെയിം. നല്ല പേരാണ്, പക്ഷെ അത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ട്, ഞാനത് മറന്നുപോയി. അതാണ് സംഭവം. അമൃത വന്നു. അമൃത ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുന്നതാണ്. കണ്ണൂരാണ് അമൃതയുടെ വീട്. ചീമ കണ്ണൂരായിരുന്നപ്പോൾ ചീമ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അമൃത ഒരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്. അമൃത ഓൺലൈനായിട്ട് നിങ്ങളിപ്പോൾ എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്ത് അതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ലൈസൻസ് ഒക്കെ എടുത്ത് തരും കേട്ടോ. അമൃതയുടെ ഇൻസ്റ്റാഗ്രാം പേജ് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അമൃതയെ കോൺടാക്ട് ചെയ്താൽ മതി.
മതിയേ. എനിക്ക് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും പരിചയമുള്ള ഒരേ ഒരാൾ അമൃതയാണ്. അമൃതയ്ക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അതിൽ നിറയെ എന്നെക്കാട്ടി സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അമൃതയോടാണ് ചോദിക്കുന്നത്. ഓൺലൈൻ ഞാൻ ക്ലോത്തിങ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും അമൃതയോട് ചോദിച്ചാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. അമൃതയാണ് എനിക്ക് എല്ലാ ഹെൽപ്പും തന്നത് കേട്ടോ. ഓക്കെ, എന്നിട്ട് അമൃത കുറച്ച് സമയം ഇരുന്നിട്ട് അവരങ്ങ് പോയി. ഞാനും വേദ ട്യൂഷനും വിളിച്ചിട്ട് വന്ന് ആംബ്രോസിയയിലേക്ക് വന്നു തിരുമല. നാളെ സച്ചിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു കേക്ക് വാങ്ങണം. അങ്ങനെ കേക്കും വാങ്ങി ഞാൻ അമ്മയ്ക്കൊരു ചപ്പൽ ഓർഡർ ചെയ്തു. ആമസോൺ വഴിയാണ് ഓർഡർ ചെയ്തത്. അത് പക്ഷേ ഞാൻ കൊടുത്ത അഡ്രസ്സ് ഇവിടെയാണെന്ന് കരുതി മാറിപ്പോയി. നമ്മൾ സ്ഥിരം എൻ്റെ അവിടുത്തെ അഡ്രസ്സിലേ കൊടുക്കുന്നത്. അപ്പം ഞാൻ നോക്കിയിട്ടുണ്ടാവില്ല. അവിടുത്തെ അഡ്രസ്സിലാണ് ചെരുപ്പ് വന്നത്. പിന്നെ ചെരുപ്പ് ഇവിടെ ആംബ്രോസിയയിൽ എന്തായാലും പോകണം, ചെരുപ്പ് കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞ് വന്നു. അമ്മ അറിഞ്ഞില്ല ചെരുപ്പ് വാങ്ങിയ കാര്യം. പറഞ്ഞു ഒന്ന് അൺബോക്സ് എനിക്ക് അൺബോക്സിങ് വീഡിയോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അൺബോക്സ് ചെയ്യുകയാണ്. അമ്മയ്ക്ക് ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഭയങ്കര സന്തോഷമാണ്. ഇതിപ്പോൾ കുറേ ദിവസമായിട്ട് ചെരുപ്പുകൾ പലതും ഓർഡർ ചെയ്യും, അതിനെ റിട്ടേൺ അയക്കും, അത് ചെയ്യും ഇത് ചെയ്യും റിട്ടേൺ അയക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ബാറ്റയിൽ കയറിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ചെരുപ്പ്. അമ്മയ്ക്കൊക്കെ ഇടാൻ പറ്റിയ നല്ല ചെരുപ്പ്, ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ അതിൻ്റെ ഇത്. ഞാൻ വേണമെങ്കിൽ പ്രോഡക്റ്റ് ടാഗ് ചെയ്തേക്കാവേ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇതായതുകൊണ്ട് അമ്മയ്ക്ക് ഇടാൻ പറ്റിയൊരു ടൈപ്പ്. അമ്മയ്ക്ക് കാലുവേദനയൊക്കെ ഉള്ളതുകൊണ്ട് അമ്മ അങ്ങനത്തെ ചെരുപ്പൊന്നും ഇടത്തില്ല. സാധാ ഈ ഡോക്ടർ ഹെൽത്തിൻ്റെ അങ്ങനെയൊക്കെയുള്ള ചപ്പൽ പോലത്തെ ചെരുപ്പാണ് ഇടുന്നത്. പക്ഷേ ഇത് നല്ല ചെരുപ്പായതുകൊണ്ട് എനിക്കന്ന് ഇട്ട് നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടു. ഇവിടെ അമ്മയുടെ സൈസ് അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനന്ന് വാങ്ങിയില്ല. പിന്നെ ആമസോൺ നോക്കിയപ്പോൾ അമ്മയുടെ സൈസ് കിടക്കുന്നുണ്ട്. അതിലേറ്റവും വലിയ സൈസാണ് എടുത്തത് ആമസോണിലുണ്ടായിരുന്നത്. അപ്പോൾ ചെറിയൊരു ഇറക്കം പോലെ. അപ്പോൾ അവിടെ ആ ഒരു സൈഡിൽ സ്റ്റിക്കർ പോലെ കേട്ടോ, അതിനെ ഇളക്കിയിട്ട് നേരെ കയറ്റി ഇടാം. കുറച്ചുകൂടെ അമ്മയ്ക്ക് കാല് കയറും, പക്ഷേ കയറ്റാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ സ്റ്റിക്കറിനെ ഇളക്കിയിട്ട് കയറ്റിയപ്പോൾ കയറ്റാൻ പറ്റുന്നുണ്ട്. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ചെരുപ്പ് വാങ്ങിച്ചു കൊടുത്തു. അയ്യോ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ആഗ്രഹിച്ച് നടന്നു. അമ്മയ്ക്ക് ഈ ബ്രിക്കൺ സ്റ്റോക്ക് പോലത്തെ ചെരുപ്പ് വേണം. പക്ഷേ ബ്രിക്കൺ സ്റ്റോക്കിൻ്റെ സോൾ അമ്മയ്ക്ക് ഇഷ്ടമല്ല, കാരണം അത് ഭയങ്കര ഹാർഡായിട്ടില്ലേ ഇരിക്കണം. അമ്മ സോഫ്റ്റ് ചപ്പല, അമ്മയായാലും അച്ഛനായാലും ലൈറ്റ് വെയ്റ്റ് സോഫ്റ്റ് ചപ്പലേ ഇടത്തുള്ളൂ. അതുകൊണ്ട് അമ്മയ്ക്ക് അതുപോലത്തെ വേണമെന്ന് താനും, എന്നാൽ അതുപോലത്തെ അങ്ങോട്ട് ശരിയാവുന്നുമില്ല. പക്ഷേ ഇത് കറക്റ്റ് ഒരു സെയിം കളർ വന്നില്ലെന്നേ ഉള്ളൂ. ബ്രിക്കൺ സ്റ്റോക്കിൻ്റെ ഒരു മോഡലുണ്ട്, സോഫ്റ്റ് ചപ്പലുമാണ് കേട്ടോ. ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്തേക്കാം. നല്ല ചപ്പലാണ്, വേണമെന്നുള്ളവർക്ക് ഇത് വാങ്ങിച്ച് ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കിട്ടിയതും അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. ഇനി അമ്മയ്ക്ക് ചത്താലും വേണ്ടില്ല എന്നുള്ള രീതിയിലാണ് അമ്മ ഇരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഓടി വേദ ചെന്ന് അമൃത ചേച്ചി എന്താ കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് വാരിപ്പറക്കിയിട്ട് നോക്കുക കേട്ടോ. അതിപ്പോൾ വേദയെന്നല്ല, നമുക്കായാലും ആരെങ്കിലും കൊണ്ടുവന്നാൽ ആ സാധനങ്ങളെല്ലാം തുറന്ന് ഏതാണെന്ന് കാണുന്നവരെ ഒരു സമാധാനം കിട്ടില്ല കേട്ടോ. അമൃത എന്തൊക്കെയോ ഒരുപാട് സാധനങ്ങൾ ചോക്ലേറ്റ്സും നട്ട്സും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. കണ്ടോ, എൻ്റെ ബന്ധുക്കളാരും വന്നില്ലെങ്കിലും ഒന്ന് എൻ്റെ ചീമയെ കാണാൻ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ നെയ്ബേഴ്സ് ഒക്കെ കൈ നിറച്ച് സാധനങ്ങളായിട്ടാണ് ചീമയെ കാണാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എൻ്റെ പേരും പറഞ്ഞ് എൻ്റെ ചീമയെ കാണാൻ എത്ര പേരാണ് വന്നത് എന്നുള്ളത് നോക്കി എനിക്ക് അതിൽ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷം. അവരാരും കാണാൻ വന്നവരാരും ഒട്ടും മോശമായിട്ടല്ല എൻ്റെ ചീമയെ കാണാൻ വന്നത് കേട്ടോ. അത്രയും കൈ നിറയെ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. വന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് താങ്ക്സ് ഉണ്ട്. പ്രത്യേകിച്ച് അമൃത കണ്ണൂരിൽ നിന്നാണ് ഇവിടെ വന്നിട്ട് പാവം ചീമയൊക്കെ. അമൃത ചീമ കണ്ണൂരായിരുന്നപ്പോഴും കൈ നിറയെ സാധനങ്ങളുമായിട്ടാണ് ചീമ ഇങ്ങോട്ട് വന്നപ്പോൾ പറഞ്ഞു വിട്ടത് വേദയ്ക്ക് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞതുപോലെ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇരുന്ന് ഗെയിം ക്യൂസും ഒക്കെ കളിച്ച് 12 മണി വരെ ഇരുന്ന് കേട്ടോ. എന്നിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. സച്ചിൻ്റെ ബർത്ത്ഡേ ആണ് മാർച്ച് 1. ആക്ച്വലി നമ്മുടെ പ്ലാനിങ് കേക്കെല്ലാം കൊണ്ട് ഒന്ന് കോവളത്തൊക്കെ പോയി കറങ്ങിയിട്ട് അവിടെ നിന്ന് കേക്ക് കട്ട് ചെയ്യാം എന്നൊക്കെ ആയിരുന്നു പ്ലാനിങ്. പക്ഷേ ചീമയ്ക്ക് ഒട്ടും ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നത് ഇഷ്ടമല്ല. ഞാൻ വരുന്നുമില്ല, എനിക്ക് ട്രാവൽ ചെയ്യാൻ വയ്യാന്ന് പറഞ്ഞു. പിന്നെ സച്ചിനും ചെറിയൊരു തൊണ്ടവേദന പോലെ കേട്ടോ. അതുകൊണ്ടാണ് സച്ചിൻ മാസ്ക് ഒക്കെ വെച്ചിരിക്കുന്നത്. ഇനി വേറെ പ്രശ്നമൊന്നുമില്ല. സച്ചിൻ കളിച്ച് വിയർത്തിട്ട് ഈ ചൂട് സമയത്ത് തണുത്ത വെള്ളം കുടിച്ച് അങ്ങനെ വന്നതാണെങ്കിൽ ഒരു സേഫ്റ്റി സൈഡിന് മാസ്ക് എല്ലാം വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ തൊണ്ടവേദനയുടെ ക്ഷീണവും ചീമയ്ക്ക് ഒട്ടും വയ്യാന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ആ ഒരു പ്ലാൻ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് 12 മണിയായപ്പോഴേക്കും എന്ത് ചെയ്ത് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഹാപ്പി ബർത്ത്ഡേ സച്ചു. അങ്ങനെ കേക്കെല്ലാം കട്ട് ചെയ്ത് ഓരോ പീസ് എല്ലാവരും കഴിച്ചിട്ട് സച്ചിൻ ഇവിടെ കിടക്കാൻ നിന്നില്ല. കാരണം സച്ചിന് വയ്യാത്തത് കൊണ്ട് തന്നെ ചീമയ്ക്ക് അതിലൊരു ബുദ്ധിമുട്ട് വേണ്ടാന്ന് എഴുതി സച്ചിൻ കേക്ക് കട്ട് ചെയ്തിട്ട് പോയിട്ടോ. സച്ചിൻ പോകാൻ നിന്നതാണ്. ഞാൻ പറയും 12 മണി വരെ ഇരിക്കും ഞങ്ങൾ കേക്ക് വാങ്ങി. സർപ്രൈസ് ആയിട്ട് കേക്ക് കട്ട് ചെയ്യാൻ നാളെ എന്നൊക്കെ കരുതിയതാണ്. അപ്പോൾ നാളെ എനിക്ക് കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ സച്ചിൻ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ പിന്നെ 12 മണി വരെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്നിട്ടാണ് കേക്കെല്ലാം കട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് തന്നെ കാണാം. ടാറ്റാ.